തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്നും ഒരു ദിവസം മാറി നിന്നിട്ട് ഒരു ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കമായ ജീവിതവും പ്രകൃതിയുടെ പച്ചപ്പൊക്കെ ആസ്വദിച്ചിട്ട് ഒരു യാത്ര പോയാലോ? ചുറ്റും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പാർന്ന നെൽപ്പാടങ്ങൾ, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന തെങ്ങുകളും കരിമ്പനകളും. ശരിക്കും ഒരു പഴയ മലയാള സിനിമയിൽ കാണുന്ന പോലെയുള്ള ഗ്രാമക്കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നായ പാലക്കാടിൻ്റെ സ്വന്തം പല്ലശ്ശനെക്കുറിച്ചാണ്. പല്ലശ്ശനയുടെ ഗ്രാമീണ സൗന്ദര്യത്തിനിടയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള പല്ലശ്ശന വാമല അയ്യപ്പ ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പ്രകൃതിയും വിശ്വാസവും ഗ്രാമജീവിതവും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഈ മനോഹരമായ യാത്രയിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു മഴക്കാലത്താണ് ശരിക്കും നമ്മുടെ പാലക്കാടിനെ ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ കഴിയുക. ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് പാലക്കാടിൻ്റെ നെൽപ്പാടങ്ങളും മലകളും ഒക്കെ പച്ചവിരിച്ച് നല്ലൊരു ഭംഗിയിലാണ് നിൽക്കുന്നത്. അപ്പം ഒരു വൺ ഡേ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ വെളുപ്പിന് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ ഒരു 7-7:30 ആയപ്പോഴത്തേക്ക് നമ്മൾ പല്ലശ്ശനയിലെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് പല്ലശ്ശന വാമല അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത്. ഇവിടെ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ വാമല ടെമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 2 വാമല കാണിക്കുന്നുണ്ടാവും. അതിൽ വാമല മുരുകക്ഷേത്രമുണ്ട്, വാമല അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര പോകുന്നത് വാമല അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ്. ഇങ്ങോട്ട് നമ്മൾ വരുന്ന വഴികളൊക്കെ വളരെ വീതി കുറഞ്ഞ വഴികളാണ്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ പോലും നമുക്ക് സൈഡ് കൊടുക്കാനായിട്ട് ഒട്ടും സ്ഥലമില്ലാത്ത രീതിയിലുള്ള റൂട്ടിലൂടെയാണ് നമ്മൾ ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത്. കയറിപ്പോന്ന വഴി ഇതിലേ? അപ്പം കയറിപ്പോന്ന വഴി അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി വന്നാൽ പോലും ഈ അമ്പലത്തിൻ്റെ മുകളിലേക്ക് പോകുന്ന ആ ഒരു നടപ്പ് വഴി കണ്ടുപിടിക്കാനായിട്ട് വളരെ പാടാണ്. അപ്പോൾ നമ്മൾ നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളിങ്ങോട്ടേക്കുള്ള വഴി കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ടും സ്ഥലം വളരെയധികം കുറവാണ്. ഈ കാണുന്ന ഇല്ലി കൊണ്ടൊക്കെ വേലി കിട്ടിയ ഈ വീട് കണ്ടോ? ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന നടപ്പുവഴിയോടെ കയറിയിട്ടാണ് നമ്മൾ ഈ അമ്പലത്തിലേക്കായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വഴി കണ്ടുപിടിക്കാനായിട്ട് നല്ല പാടാണ്. അപ്പം ഈ ഒരു വീട് നിങ്ങൾ അടയാളമായിട്ട് വെച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻ്റെ മുകളിലേക്ക് നടന്നു പോകാൻ പറ്റും. ഈ പട്ടിക്കുട്ടനെ കണ്ടോ? ഇവനാണ് ഇനി മുതൽ മേളിലോട്ടുള്ള ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത്. ആരോ ട്രെയിൻ ചെയ്ത് വിട്ട പോലെ തന്നെ ഇവിടെ വരുന്ന ഓരോ ആൾക്കാരെയും കൃത്യമായിട്ട് വഴി കാണിച്ചിട്ട് ഇവൻ നമ്മളെ മുകളിൽ കൊണ്ട് വിടുന്നുണ്ട്. ഈ ഒരു അമ്പലത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞത് ആദ്യം ഇതുപോലെ കാടിനകത്തൂടെയൊക്കെ ഒറ്റയടി പാതയിലൂടെ നടന്ന് കയറി പോയിട്ട് പിന്നെ നമ്മളെ വഴുക്കലുള്ള പാറയിലൂടെയൊക്കെ അള്ളിപ്പിടിച്ച് വേണം മുകളിലേക്ക് പോകുവാനായിട്ട്. ഇതുകൊണ്ടോ ആശാൻ നമ്മുടെ കൂടെ തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ പുള്ളി റെസ്റ്റ് എടുക്കും, നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെ നടന്നു വരും. കുറച്ച് ദൂരം മുന്നോട്ടേക്ക് നടന്നപ്പോഴത്തേക്ക് കാടൊക്കെ മാറിയിട്ട് പാറ കാണാൻ തുടങ്ങി. ഈ പാറയിലൂടെയാണ് ഇനി നമുക്ക് മുകളിലേക്ക് പോകേണ്ടത്. നടക്കാനായിട്ടുള്ള എളുപ്പത്തിന് ഈ പാറയിൽ സ്റ്റെപ്പൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല വഴുക്കലാണ് ഇവിടെ നടക്കുമ്പോൾ. അതുകൊണ്ട് ഇങ്ങോട്ട് ഫാമിലി ആയിട്ടൊക്കെ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരായിരിക്കുന്നതാണ് നല്ലത്. മഴ പെയ്തുകൊണ്ട് തന്നെ ഈ പാറ നല്ലപോലെ പായൽ പിടിച്ചിട്ട് കയറി പോകാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു. പല സ്ഥലത്തും കാല് വെക്കുമ്പോൾ തന്നെ സ്ലിപ്പായിട്ട് വീഴാൻ പോകുന്നൊരവസ്ഥയാണ്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ പിടിച്ച് കയറാൻ കയറൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും വീഴാതെ മുകളിൽ പോകുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് വേറെ വഴികളൊക്കെ അപ്പുറത്തൂടെ കാണുമായിരിക്കും. ഏതായാലും നമ്മൾ ഈ ഒരു വഴിയോടെ തന്നെയാണ് കയറി പോകുന്നത്. ഇതിലേ പോകുന്നു കഴിഞ്ഞാലും ഇതുപോലെ പാറയൊക്കെ അള്ളിപ്പിടിച്ച് കയറി വേണം മുകളിലേക്ക് വരുവാനായിട്ട്. ഇനി അങ്ങോട്ട് മുകളിലേക്ക് കംപ്ലീറ്റ് പാറയിലൂടെ നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കൈവരിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സാവധാനം ശ്രദ്ധയോടുകൂടി മാത്രം നടന്ന് മുകളിലേക്ക് പോയാൽ മതി. എങ്ങാനും കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ പാറയിലടിച്ച് വീണിട്ട് പിന്നെ തിരിച്ചിറങ്ങി പോകുന്ന കാര്യമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഏകദേശം ഒരു 10-20 മിനിറ്റ് നടന്നിട്ട് ഞങ്ങളിതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് പല്ലശ്ശന വാമല അയ്യപ്പ ക്ഷേത്രം. ഒരു പാറയുടെ മുകളിൽ ഒരു ശ്രീകോവിലിൻ്റെ അത്രയും മാത്രം വലിപ്പമുള്ളൊരു ക്ഷേത്രമാണിത്. ഇവിടെ അങ്ങനെ നിത്യപൂജയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല.
ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ തന്നെ മനസ്സിന് ഒരു പ്രത്യേകമായിട്ടുള്ള സമാധാനം തോന്നും. ചുറ്റുമുള്ള പ്രകൃതിയും ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷവും ഒക്കെ യാത്രയുടെ ആ ഒരു ക്ഷീണമൊക്കെ മറക്കാനായിട്ട് നമ്മളെ സഹായിക്കും. രാവിലെ ഏതായാലും ഇതിൻ്റെ മുകളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. പാലക്കാട് മറ്റ് സ്ഥലങ്ങളിൽ കാണുന്ന പോലത്തെ തിരക്കൊന്നും ഇവിടെ കണ്ടില്ല. ഓരോ യാത്രകളിലും നമ്മൾ അന്വേഷിക്കുന്നത് എല്ലായ്പ്പോഴും വലിയ വലിയ കാഴ്ചകളൊന്നുമല്ല. ചിലപ്പോൾ ശാന്തമായിട്ടുള്ള ഒരു വഴി, അല്ലെങ്കിൽ നല്ലൊരു കാറ്റ്, ചുറ്റുമുള്ള പച്ചപ്പ്, ഇത്രയുമൊക്കെ മതി ഒരു യാത്ര മനസ്സിൽ പതിയാനായിട്ട്. അപ്പോൾ പാലക്കാടിൻ്റെ മണ്ണിൽ ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചൊരു സ്ഥലമാണ് ഈ ഒരു വാമല. ഇവിടെ നിന്നുകൊണ്ടുള്ള ഈ ഒരു 360 ഡിഗ്രി പനോരമിക് വ്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങ് ദൂരെ കാണുന്ന ആ മലകൾ കണ്ടോ, അതാണ് നമ്മുടെ നെല്ലിയാമ്പതി മലനിരകൾ. അതിൻ്റെ താഴെ തന്നെ നമുക്ക് കൊല്ലങ്കോടിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഞങ്ങൾ മുകളിലെത്തിയ സമയം കൊണ്ട് ഇവൻ താഴെ പോയിട്ട് വേറെ കുറച്ച് ആൾക്കാരെ കൂടെ കൂട്ടി മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെറിയ അമ്പലത്തിൽ അങ്ങനെ ദിവസപൂജ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് വിളക്ക് കൊളുത്തിയിട്ട് പോകും. പിന്നെ ഇവിടുത്തെ ദീപാവലിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള കാറ്റാണുള്ളത്. ഈ കാറ്റിൽ ഡ്രോൺ പോലും വരേക്ക് പറത്താൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഈ താഴെ ദൂരെ കാണുന്ന ആ ഒരു ഗ്രാമം കണ്ടോ, ഇതാണ് നമ്മുടെ പല്ലശ്ശന ഗ്രാമം. അങ്ങനെ വാമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പയ്യെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ പോയത് ഇവിടുത്തെ ഗ്രാമത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ കാണുവാനായിട്ടാണ്. പല്ലശ്ശനയിലൊക്കെ വന്നിട്ട് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ചുറ്റും നോക്കത്താ ദൂരത്തോളം നല്ല പച്ച വിരിച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങളും തെങ്ങുംതോപ്പുകളൊക്കെയാണ് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ വീടുകളൊക്കെ വളരെയധികം ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പാടവരമ്പിലൂടെയൊക്കെ നടക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ശരിക്കും പാലക്കാട് തന്നെ വരണം. കേരളത്തിൻ്റെ പല ഭാഗത്തും നെൽപ്പാടങ്ങളും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും പാലക്കാടിൻ്റെ ആ ഒരു ഭംഗി അത് വേറെ തന്നെയാണ്. പാലക്കാടിൻ്റെ മനോഹരമായിട്ടുള്ള ഗ്രാമീണ കാഴ്ചകൾ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അടുത്തായിട്ട് പോയത് കൊല്ലങ്കോട്ടേക്കാണ്. കൊല്ലങ്കോട്ട് എന്നിട്ട് അവിടുത്തെ താമരപ്പാടവും ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും ഒക്കെ ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്തു. നല്ല പെരുമഴയുള്ള സമയത്തുള്ള കൊല്ലങ്കോടിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അടുത്തൊരു എപ്പിസോഡിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും ആ വീഡിയോ മറക്കാതെ കാണുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.